നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികളുടെ ഒരു ഭൂഗർഭ തുരങ്കം കൂടി തകർത്തു. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുള്ളതാണ് ഈ തുരങ്കം. ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങൾ കാണിക്കുന്നത്. എല്ലാവിധ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ബാത്റൂമുകൾ, അതുപോലെ കിടക്കമുറികൾ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള തുരങ്കമാണ് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ കരുതുന്നത്. ഇവർക്ക് പലപ്പോഴും സുരക്ഷിതമായി ഇവിടെ നിന്ന് രക്ഷപ്പെടാനും തിരികെ എത്തി ഇവിടെ തന്നെ വീണ്ടും സുഖമായി ജീവിക്കാനും ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളൊരാളായ യാഹ്യ സിൻവർ ഉൾപ്പെടെ ഉള്ളവർ ഈ മേഖലയിൽ തന്നെ ഉണ്ടെന്നും ഇവരിൽ പലരും ഇത്തരം തുരങ്കങ്ങളിലാണ് ഒളിവിൽ കഴിയുന്നതെന്നും ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാം ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പരിശോധന നടത്തുന്നതും തുടർന്ന് ഈ തുരങ്കത്തെ തകർക്കുന്നതും. 1 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കമാണ് ഇത് എന്ന് പറയുമ്പോൾ എത്രത്തോളം സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് യാഹ്യ സിൻവറും ഇയാളുടെ കുടുംബവും ഈ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്നത് ആ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. സാധാരണക്കാരായ ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഈ നേതാക്കന്മാർ ഇത്തരം സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കുകയും അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച തെളിവുകളും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കണ്ടെത്തിയ ഈ തുരങ്കത്തിനും ഇവിടെ കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഒരുക്കിയ മുറികളിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. ഇത്തരത്തിലുള്ള 11 ഭൂഗർഭ തുരങ്കങ്ങളാണ് ഇതിനോടകം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിട്ടുള്ളത്. യാഹ്യ സിൻവർ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് പോയി എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം തന്നെ നിഷേധിച്ചിരുന്നു. ഇയാൾക്ക് ഒരിക്കൽ ഈ തുരങ്കം വഴി ഈജിപ്തിലേക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നും കാര്യകാരണങ്ങൾ സഹിതം നിരത്തിയാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇപ്പോൾ ഹമാസ് പ്രവർത്തകരാകട്ടെ ഏതാണ്ട് നാഥനില്ലാത്ത അവസ്ഥയിലാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഇവരെ നിയന്ത്രിക്കാനോ ഏകോപിപ്പിക്കാനൊന്നും തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ ഗാസയിൽ പുറത്തേക്ക് വരുന്നില്ല. ഇവരെ ബന്ധപ്പെടാനാകട്ടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് കഴിയുന്നതുമില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് പ്രവർത്തകർ നിരവധി പേർ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നതും മറ്റു ചിലർ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതും.